ഏറ്റവും പുതിയ വാർത്തയിലേക്കാണ്. അർജുൻ മണ്ണിനടിയിൽപ്പെട്ട അർജുൻ്റെ ലോറിയുടെ സ്ഥാനം കൃത്യമായ സ്ഥാനം കണ്ടെത്തിയിരിക്കുന്നു. റഡാർ പരിശോധനയിലാണ് ലോറിയുടെ സ്ഥാനം കണ്ടെത്തിയെന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് കർണാടകയിൽ അങ്കോളയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സിജു കണ്ണൻ പങ്കുവെക്കുന്നത്. സിജു, ഇനി രക്ഷാപ്രവർത്തനം വളരെ എളുപ്പത്തിലാകും, കാരണം ഈ ലോറിയുടെ സ്ഥാനം കണ്ടെത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും ശ്രമകരമായ ജോലി. ഇപ്പോൾ ഇനി ആ ഭാഗത്തെ മണ്ണ് നീക്കുന്ന പ്രവൃത്തിയിലേക്ക് പോവുകയാണ്. എവിടെയാണ് കണ്ടെത്തിയത്? എന്താണ് ഏറ്റവും പുതുതായ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത്? അർജുൻ്റെ അടിയിൽപ്പെട്ട അർജുൻ്റെ ലോറിയുടെ സ്ഥാനം റഡാർ പരിശോധനയിലൂടെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തകളാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. ഇനി ആ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ പുരോഗതിയിലേക്ക് വരേണ്ടതുണ്ട്. ഇന്ന് രാവിലെ 7 മണിക്കാണ് വീണ്ടും തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തത്. NIT-യിൽ നിന്നുള്ള വിദഗ്ധരടക്കം എത്തിയിട്ടുണ്ട്. സൂറത്കൽ IIT എന്നുള്ള വിദഗ്ധരടക്കം എത്തിയിട്ടുണ്ട്. നിലവിൽ റഡാർ പരിശോധനയിലൂടെ അർജുൻ്റെ ലോറിയുടെ ലൊക്കേഷൻ കൃത്യമായ സ്ഥാനം കണ്ടെത്തിയിരിക്കുന്നു. അവിടെ നിന്നുള്ള മണ്ണ് നീക്കുക എന്നുള്ള ജോലിയാണ് ഇനി ആത്യന്തികമായി ചെയ്യാനുള്ളത്. ഇപ്പോൾ വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുകയാണ്. സിജു, എവിടെയാണ് ഈ നേരത്തെ കഴിഞ്ഞ ദിവസം GPS ലൊക്കേഷനിൽ കണ്ടെത്തിയ അതേ സ്ഥലം തന്നെയാണോ ഈ റഡാർ പരിശോധനയുടെ കണ്ടെത്തിയത്? കൃത്യമാണോ വിവരങ്ങൾ? സിജു കണ്ണനാണ് അങ്കോളയിൽ നിന്നുള്ള വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ഏതായാലും ആശ്വാസകരമായ ഒരു വാർത്ത എത്തിയിരിക്കുന്നു. നിലവിൽ ഈ ലോറിയുടെ അർജുൻ മണ്ണിനടിയിൽപ്പെട്ട ലോറിയുടെ യഥാർത്ഥ സ്ഥാനം കണ്ടെത്തിയിരിക്കുന്നു. ലൊക്കേഷൻ, ആ സ്ഥാനം കണ്ടെത്തിയത് റഡാർ പരിശോധനയിലാണ് എന്നുള്ളതാണ്. ആ സ്ഥലത്തെ മണ്ണ് ഇപ്പോൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളും കൂടി പുറത്തു വരുന്നുണ്ട്. സിജു കണ്ണൻ ചേരുകയാണ്. സിജു, കഴിഞ്ഞ ദിവസം GPS-ലൂടെ കണ്ടെത്ത അതേ സ്ഥാനം തന്നെയാണോ ഈ റഡാർ പരിശോധനയുടെ കണ്ടെത്തി? റഡാർ പരിശോധന കൂടുതൽ കൃത്യവും വ്യക്തവുമാകുകയും ചെയ്യും, അങ്ങനെയാണ് സാധാരണ അറിയാറുള്ളത്. സാങ്കേതിക വിദഗ്ധർ പറയുന്നതും അങ്ങനെയാണ്. ഇപ്പോൾ ആ സ്ഥാനം കണ്ടെത്തി കഴിഞ്ഞോ? അവിടെ നിന്നുള്ള മണ്ണെടുപ്പ് ആരംഭിച്ചിട്ടുണ്ടോ? ഏറ്റവും പുതിയ വിവരങ്ങൾ. ഈ റഡാർ സംവിധാനം വഴി ഇപ്പോൾ ലോറിയുടെ കൃത്യസ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. കൃത്യമായി ഈ പരിശോധനയിൽ ലോറിയുടെ സ്ഥാനം കണ്ടെത്താൻ കഴിഞ്ഞു. ആ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ വളരെ ഒരു വാർത്തയാണ്. ഇന്ന് രാവിലെ 10 മണി മുതൽ ആരംഭിച്ച തെരച്ചിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ഈ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ആ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രദേശത്ത് മണ്ണ് നീക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് ഇപ്പോൾ ഉദ്യോഗസ്ഥർ കടക്കുകയാണ്. ഏതായാലും ഈ സ്ഥലത്ത് ലോറിയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ഒരു വാർത്തയാണ്. ഈ സ്ഥലത്തേക്ക് കൂടുതൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മണ്ണ് നീക്കൽ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സമയമെടുത്ത് ഇവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്യാൻ കഴിയുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിലവിൽ ഒരു വ്യക്തതയില്ല. അത് കൂടുതൽ കാര്യങ്ങൾ ഇതിനകം ലഭ്യമാകും. സിജു, ഈ മണ്ണ് നിലവിൽ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് 100 മീറ്റർ നീളത്തിൽ 6 മീറ്റർ ഉയരത്തിലാണ് ഈ മണ്ണ് കിടക്കുന്നത്. മണ്ണിടിച്ചിലുണ്ടായതെന്നുള്ള വിവരങ്ങളാണല്ലോ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ റഡാർ ഉപയോഗിച്ച് ഈ ലോറിയുടെ ലൊക്കേഷൻ കണ്ടെത്തി കഴിഞ്ഞാലും ഈ സ്ഥലത്തേക്ക് ഇനി ഈ മണ്ണ് നീക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ആ 100 മീറ്റർ മണ്ണ് നീക്കാൻ ആവശ്യമായ വാഹനങ്ങൾ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഏറ്റവും ഫലപ്രദമായി മണ്ണ് നീക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പുരോഗമിച്ചിട്ടുണ്ടോ? മണ്ണ് നീക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ അതോടൊപ്പം തന്നെ ലോറി ഉൾപ്പെടെ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. ഈ സ്ഥലത്ത് മണ്ണ് നീക്കുന്നതിനാവശ്യമായ സമയം എത്രത്തോളം വേണ്ടിവരും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തതയില്ല. എങ്കിലും പരമാവധി പെട്ടെന്ന് മണ്ണ് നീക്കം ചെയ്യാനുള്ള ഒരു ആദ്യം ഇന്നത്തെ പരിശോധനയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ലോറിയുടെ സാന്നിധ്യം എവിടെ ഉണ്ടോ എന്നറിയുക എന്നുള്ളതായിരുന്നു. അത് കൃത്യമായും അറിയാൻ നിലവിൽ സാധിച്ചു എന്നുള്ളതാണ്. ഇനി മണ്ണ് മാറ്റുന്നതുമായി നടപടിക്രമങ്ങളാണ്. ഇന്ന് രാവിലെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 100 മീറ്റർ ഈ GPS ലൊക്കേഷൻ ഉള്ള സ്ഥലത്തേക്ക് 100 മീറ്റർ ദൂരത്തിൽ മണ്ണ് നീക്കം ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. 6 മീറ്റർ ഉയരത്തിൽ മണ്ണുണ്ട്. അത് 100 മീറ്റർ നീളത്തിൽ നീക്കം ചെയ്താൽ ഈ വാഹനത്തെ തൊട്ടടുത്തേക്ക് എത്താൻ ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരം. അതിനനുസരിച്ച് മണ്ണ് മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. സിജു, അതായത് ഇന്നലെ പുലർച്ചെ സംസ്ഥാന സർക്കാർ ഇടപെട്ടതിന് ശേഷം പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലാകുന്നു. അതിനു മുമ്പുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്.
ഒരു 2 JCB അവിടെ നിന്ന് മണ്ണ് നീക്കുന്ന പ്രവർത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി നിരവധി ടോറസ് വാഹനങ്ങൾ ഉൾപ്പെടെ അവിടെ എത്തിച്ചേരുകയും ചെയ്യുന്നു. അതിനുശേഷം പ്രവർത്തനങ്ങൾ ഇത്തിരി കൂടി വളരെ വേഗത്തിൽ ഊർജിതമായി നടക്കുകയും ചെയ്യുന്നു. ആ ആദ്യ ദിവസം ഉണ്ടായിരുന്ന ആ മണ്ണിൻ്റെ ഒരു സാഹചര്യം, അന്ന് ആ ലോറി ഉടമ മനാഫ് അടക്കം പറഞ്ഞത് ഏകദേശം 5000 ലോറി ലോഡ് മണ്ണ് മാറ്റേണ്ടതുണ്ടെന്നുള്ളതാണ് പ്രാഥമിക വിവരമായിരുന്നിരിക്കണം. അത്തരത്തിൽ ഒരു മണ്ണ് നീക്കം അവിടെ നടന്നിട്ടുണ്ടോ? കാരണം ഈ പറയുന്ന ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സിജു കണ്ണൻ പങ്കുവയ്ക്കുന്ന വിവരമനുസരിച്ച് 100 മീറ്ററും നീളവും 6 മീറ്റർ ഉയരത്തിലുമുള്ള ഈ മണ്ണ് നീക്കുക എന്നുള്ളത് സമഗ്രമായ പണിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ അവിടെ കുന്നുകൂടിയിരുന്ന ആ മണ്ണ് നീക്കാൻ, കൂടുതൽ മണ്ണ് നീക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു വരി പാതയിൽ നിന്ന് 2 വരി പാതയിൽ നിന്നുള്ള മണ്ണുമൊക്കെ നീക്കി കഴിഞ്ഞോ? എത്രത്തോളം മണ്ണ് നീക്കൽ അവിടെ നിന്ന് നടന്നിട്ടുണ്ട്? കഴിഞ്ഞ 3 ദിവസം, അതായത് 16-ാം തീയതി മുതൽ ഈ 20-ാം തീയതിയുള്ള 5 ദിവസങ്ങൾ വരെ എത്രത്തോളം പ്രവൃത്തികൾ പുരോഗമിച്ചിട്ടുണ്ട്? ഈ മണ്ണ് നീക്കുന്നതിൻ്റെ ആ വേഗത എത്രത്തോളം ഉണ്ട് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് വിവരങ്ങൾ നൽകാൻ കഴിയുന്നുണ്ടോ? സിജു, ഈ മണ്ണ് നീക്കുന്ന ശ്രമം മണ്ണ് മാറ്റുക എന്നത് ദിവസങ്ങൾ എടുക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായി മാത്രമേ പൂർത്തിയാക്കാൻ കഴിയൂ. ഇപ്പോൾ നിലവിൽ ഈ അർജുന്റെ എന്നുള്ളതാണ് പ്രധാനം. ആ ഭാഗത്തേക്ക് മണ്ണ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യാനുള്ളത്. അധികം ഏതാണ്ട് ഈ GPS സിഗ്നലിന്റെ ചുറ്റുമുള്ള സ്ഥലത്തേക്ക് മണ്ണ് നീക്കം ചെയ്തിരുന്നു. 100 മീറ്റർ ദൂരത്തിൽ മണ്ണ് നീക്കം ചെയ്താൽ ഈ പ്രദേശത്ത് എത്താൻ കഴിയുമെന്നാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ നിന്ന് രാവിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, കേരളത്തിലെ ഉദ്യോഗസ്ഥർ നൽകിയ വിവരം. അതിന്റെ ഏതാണ്ട് അടുത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ലൊക്കേഷൻ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിൽ മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമകരമായ ദൗത്യമായിരിക്കും ഇനി നടക്കുന്നത്. ഏതായാലും കാലാവസ്ഥ നിലവിൽ ഇന്നത്തെ ദിവസം അനുകൂലമായി നിൽക്കുന്നു. വളരെ നല്ല രീതിയിൽ മഴയില്ലാതെ അത്യാവശ്യം തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതൊരു രക്ഷാപ്രവർത്തനത്തിന് ഒരു അനുകൂലമായ ഒരു ഘടകമാണ്. മണ്ണ് നീക്കൽ പ്രവൃത്തി ഉൾപ്പെടെ നടക്കുമ്പോൾ അത് നല്ല രീതിയിൽ സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സിജു, ഈ കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ നാട്ടിൽ നിന്ന് പോയ പലരെയും ആ പ്രദേശത്തേക്ക്, ഈ ബന്ധുക്കളെ അടക്കം പ്രദേശത്തേക്ക് കയറ്റാൻ പോലീസ് സമ്മതിച്ചിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥർ, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ അടക്കം അവിടെ ചെന്നിട്ടുണ്ട്. അവർക്ക് കൃത്യമായി സ്ഥലത്ത് പ്രവേശനം ഉണ്ടല്ലോ, അവർ കൃത്യമായ വിവരങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ടല്ലോ. ഇന്ന് രാവിലെ അർജുന്റെ ബന്ധുക്കളെയും അതോടൊപ്പം തന്നെ ഈ വാഹനത്തിന്റെ സ്ഥലത്തേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല. പിന്നീട് സർക്കാർ തലത്തിൽ തന്നെ ഇടപെട്ടുകൊണ്ട് ഇവരെ പ്രവേശിപ്പിക്കണമെന്ന് അറിയിച്ചതുകൊണ്ട് ലോറി ഡ്രൈവർ മനാഫ്, അതോടൊപ്പം തന്നെ അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിൻ എന്നിവരെ സ്ഥലത്തേക്ക് കയറ്റിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം തെരച്ചിൽ നേരിട്ട് കാണുന്നതിന് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും തെരച്ചിൽ നിൽക്കുകയാണ്. സർക്കാർ തലത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം മുതൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന ഇടപെടലിന്റെ ഭാഗമായി ആ കാര്യങ്ങളെല്ലാം കൃത്യമായി ഫോളോ ചെയ്യുന്നതിനാണ് കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഇവിടെ എത്തിച്ചത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ, കാസർഗോഡ് DYSP പ്രേംസദൻ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. മറ്റ് വിവിധ വകുപ്പുകളുടെ ആളുകളും സ്ഥലത്തുണ്ട്. ഏതായാലും നിലവിൽ ഈ സ്ഥലത്ത് കൃത്യമായ പരിശോധന നടക്കുന്നു. ലോറിയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. മണ്ണ് നീക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തുടർന്ന് എന്നാണ് മനസ്സിലാക്കുന്നത്. സിജു, ഏതായാലും എങ്ങനെയാണ് ഒരു സർക്കാർ ജാഗ്രതയോട് പ്രവർത്തിക്കേണ്ടതിനുള്ള ഉദാഹരണമാണ് ഇപ്പോൾ ഈ സംഭവം കൂടി വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 3 ദിവസം 16-ാം തീയതി നടന്നൊരു സംഭവം 16, 17, 18, 19 തീയതികൾ വരെ ഒരു സംസ്ഥാന സർക്കാർ, കർണാടക സർക്കാർ യാതൊന്നും ചെയ്തില്ല എന്നുള്ള ആക്ഷേപം നമ്മുടെ മുന്നിലുണ്ട്. ഇന്നലെ കേരളത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടുന്നു. 2 മന്ത്രിമാർ നിരന്തരം അവിടെ ഇടപെടുന്നു. അതിനുശേഷം പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിലാകുകയാണ്. പെട്ടെന്നാണ് ഉത്തര കന്നഡ ജില്ലയിലെ കാർവാർ ജില്ലാ കളക്ടർ അവിടെ എത്തുന്നു, കാർവാർ SP അവിടെ എത്തുന്നു. ഇന്നാണ് പ്രദേശത്തെ MLA മാധ്യമങ്ങൾക്ക് മുമ്പിൽ നമുക്ക് കാണാൻ കഴിയുകയും ചെയ്തത്. എത്ര നിരുത്തരവാദപരമായാണ് ഒരു മനുഷ്യജീവനു വേണ്ടി ഒരു സംസ്ഥാന സർക്കാർ പെരുമാറുന്നത്. ഈ സാഹചര്യത്തിൽ അങ്ങനെ തന്നെ പറയേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് കേരളത്തിലെ ഒരു മനുഷ്യജീവനെ സംസ്ഥാന സർക്കാർ എന്ത് വിലയാണ് കൽപ്പിക്കുന്നത്? നമ്മുടെ മുന്നിലുണ്ട് ഒരു 5
ദിവസത്തിന് മുമ്പുള്ള ആമയിഴഞ്ചാൻ തോട്ടിലെ സംഭവം, അതിനുവേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തിയത്? ഇവിടെ കർണാടകത്തിൽ ഒരു തൊട്ടയൽ സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ 4 ദിവസം വരെ ഒരു പ്രവർത്തനവും നടത്താതിരിക്കുകയും കേരളം കൃത്യമായി ഇടപെടുമ്പോൾ ഒരു മനുഷ്യജീവന് വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയും ചെയ്തത്. അതാണ് ഇന്ന് രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എങ്ങനെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനം, ഒരു ഭരണഘടനാ സംവിധാനം പ്രവർത്തിക്കണമെന്നതിന് മാതൃക കൂടിയാണ് കേരളം ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണുമ്പോൾ അറിയാം, ഇന്നലെ നമ്മളടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും ഈ വാർത്തകൾ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായി കാണുന്നത് ഒരു മണ്ണിടിച്ചിലിൻ്റെ ദൃശ്യവും ഒരു 2 JCBയും. ഇന്ന് ചിത്രം മാറുകയാണ്. നിരവധി ടോറസുകൾ, നിരവധി JCBകൾ എല്ലാം അവിടെ അണിനിരന്നിരിക്കുകയാണ്. റഡാർ സംവിധാനം വരുന്നു, നേവി വരുന്നു, കേരളത്തിലെ പോലീസ് സംവിധാനം പോകുന്നു, മോട്ടോർ വകുപ്പ് സംവിധാനം അവിടെ എത്തിച്ചേരുന്നു. കൃത്യമായ ഇടപെടൽ, കേരളത്തിൻ്റെ ഇടപെടൽ തന്നെയാണ് ഈ പുരോഗതിയിലേക്ക് വരെ എത്തിച്ചേർന്നത്, അല്ലേ സിജു? സിജു, സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലാണ് ഈ രീതിയിൽ കാണുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. നിലവിൽ ഈ പ്രദേശത്ത് തിരച്ചിൽ പോലും നടന്നിരുന്നില്ല എന്നാണ് ഈ അർജുന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്, ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. എന്നാൽ സംസ്ഥാന സർക്കാരിനെ കൃത്യമായി അറിയിക്കുന്നതിൽ പോലും വീഴ്ചയുണ്ടായി. ഈ കഴിഞ്ഞ ദിവസം ബന്ധുക്കളിൽ നിന്ന് ഈ വിവരം സംസ്ഥാന സർക്കാർ അറിയുന്നത്. അങ്ങനെയാണ് സംസ്ഥാന സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തിയത്. ആ ഇടപെടലിന്റെ ഭാഗമായാണ് കർണാടക സർക്കാരിന്റെ ഭാഗത്ത് മേൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുകയും ചീഫ് സെക്രട്ടറി തലത്തിൽ ചർച്ച നടത്തി മുഖ്യമന്ത്രിയുടെ ഇടപെടലുണ്ടായി. മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, KB ഗണേഷ് കുമാർ, അതോടൊപ്പം AK ശശീന്ദ്രൻ MLA ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്നു. അതിന്റെ ഒരു തുടർച്ചയായാണ് ഈ രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ തെരച്ചിൽ ആരംഭിക്കാൻ തന്നെ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് തെരച്ചിൽ തുടങ്ങിയതെന്ന് മനാഫും ലോറി ഡ്രൈവർ മനാഫും അതോടൊപ്പം ഇവരുടെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. സർക്കാരിന്റെ ശ്രദ്ധേയമായ ഒരു ഇടപെടൽ കഴിയുന്നത് ആശ്വാസകരമായ വാർത്ത. റഡാർ പരിശോധനയിലൂടെ ഈ ലോറിയുടെ ലൊക്കേഷൻ കണ്ടെത്തി എന്നുള്ളത് തന്നെയാണ്. മറ്റൊരാശ്വാസകരമായ വാർത്ത, അവിടുത്തെ കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമാണ്. രാവിലെ മന്ത്രി AK ശശീന്ദ്രൻ മാധ്യമങ്ങൾ കാണുന്ന സമയത്ത് പറഞ്ഞത് അവിടെ മണ്ണിടിച്ചിലിൻ്റെ ഒരു സാധ്യത നിലനിൽക്കുന്നു, അത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്ന തരത്തിലാണ് രാവിലെ മന്ത്രി പറയുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ ആ സാഹചര്യം മാറിയിട്ടുണ്ട്. കാലാവസ്ഥ അനുകൂലമാണ്, ഇനി ഒരു മണ്ണിടിച്ചിലിൻ്റെ സാധ്യതയില്ല. കൃത്യമായ ആസൂത്രണത്തോട് മണ്ണ് നീക്കം ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അർജുനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിയും. അർജുൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് കേരളം പ്രതീക്ഷിക്കുന്നത്, ബന്ധുക്കൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിൻ്റെ, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ ഈ പ്രവർത്തനങ്ങൾ ഇത്രത്തോളം ഊർജിതമാകില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ആരും പറയാതെ തന്നെ മാധ്യമങ്ങളിലൂടെ രാജ്യം കണ്ടതുമാണ്. ഇനിയിപ്പോൾ അറിയേണ്ട കാര്യം, എത്ര സമയം കൊണ്ട് ഏതെങ്കിലും വിവരം, നമുക്കതാണ് ഔദ്യോഗികമായി വിവരങ്ങൾ ലഭിക്കുന്നതിന് സ്വാഭാവികമായും സിജു കണ്ണൻ അടക്കമുള്ളവർക്ക് ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം. പക്ഷേ നിലവിൽ ഈ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്നുണ്ടോ? എത്ര സമയം കൊണ്ട് ഈ സ്ഥലം കണ്ടെത്തി കഴിഞ്ഞു, ഇനി ചെയ്യേണ്ടത് മണ്ണ് നീക്കുക, ആ മണ്ണ് നീക്കാൻ വേണ്ടി വരുന്ന സമയം എത്രയാണ് എന്നെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഏതെങ്കിലും കോണുകളിൽ നമുക്ക് ലഭിക്കുന്നുണ്ടോ? സിജു തുടരുക. ഇപ്പോൾ ലോറി ഉടമ മനാഫ് ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. മനാഫ്, നിലവിൽ ആശ്വാസകരമായ ഒരു വാർത്ത, മനാഫിനും കേരളത്തിനും അർജുൻ്റെ ബന്ധുക്കൾക്കും ആശ്വാസകരമായ വാർത്ത, ലോറിയുടെ ലൊക്കേഷൻ, കൃത്യമായ ലൊക്കേഷൻ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ മനാഫിന് അവിടെ നിന്ന് നൽകാൻ കഴിയുന്നത് എന്താണ്? എത്ര സമയം ഇനി മണ്ണ് നീക്കാൻ വേണ്ടി വരും? ഇന്നലെ തന്നെ മനാഫ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം, മനാഫ് ഇന്നലെ ഞങ്ങളോട് സംസാരിച്ച പ്രകാരം വലിയ തരത്തിൽ 5000 ലോഡ് മണ്ണെങ്കിലും അവിടെ നീക്കേണ്ടി വരുന്നു എന്നുള്ള ആ സാഹചര്യം ഇപ്പോൾ മാറിയിട്ടുണ്ട്. കൃത്യമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, സംസ്ഥാന സർക്കാർ ഇടപെട്ടത് കൊണ്ട് ആ മണ്ണ് നീക്കൽ പ്രവർത്തനം കൃത്യമായി നടക്കുകയും ചെയ്തു. ഇനി ഏറ്റവും പുതിയ വിവരം, മനാഫിന് ലഭിച്ച വിവരം എന്താണ്? അവിടെ നിന്ന് എത്ര സമയം കൊണ്ട് മണ്ണ് നീക്കാൻ കഴിയും? ഈ ലോറിയുടെ ലൊക്കേഷൻ കൃത്യമായി കണ്ടെത്തി കഴിഞ്ഞുവല്ലോ. നല്ലൊരു കാര്യം, നല്ല കാലാവസ്ഥ ആണ്. ഇപ്പൊ നല്ല വെയിലുണ്ട്. കഴിഞ്ഞ 4-5 ദിവസം ഫുൾ മഴ തന്നെ. കാലാവസ്ഥ നല്ലതാണ്. വൈകുന്നേരത്തിന്റെ ഉള്ളിൽ കഴിച്ചിലാവുന്നാ പറയുന്നത്. മനസ്സിലായില്ല മനാഫ്, എന്താണ് ഒന്നുകൂടി പറയാമോ? വൈകുന്നേരത്തിന്റെ ഉള്ളിലേ വൈകുന്നേരത്തിനുള്ളിൽ മണ്ണ് നീക്കാൻ കഴിയുമെന്നുള്ളതാണ് മനാഫിന് ലഭിക്കുന്ന വിവരം, അല്ലേ? അതെ. ഇപ്പോൾ നിലവിൽ ഈ പറയുന്ന മനാഫ് എവിടെയാണ്? ഈ സ്ഥലത്ത് തന്നെ ഉണ്ടോ? മനാഫിന് എക്സാക്ട് സ്ഥലത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതെ, അവിടെ ഈ പറയുന്ന ലോറി കണ്ടെത്തിയ സ്ഥലത്ത് എന്ന് പറയുന്ന അടുത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. മനാഫ് അല്ലാതെ മറ്റാരൊക്കെ അവിടെ കടത്തി വിട്ടു ഈ പോലീസ്, അവിടുത്തെ കർണാടക പോലീസ്? നമ്മള് റിലേറ്റീവ്സ് നമ്മളെല്ലാരും അവിടെ ഉണ്ട്. ഈ ജിതിൻ കൂടെ ഉണ്ടല്ലോ. അതെ. മറ്റാരൊക്കെ ഉണ്ട് അവിടെ? മറ്റ് മാധ്യമപ്രവർത്തകരെ ഫുൾ ഉള്ളോട്ടേക്ക് വിട്ടിട്ടില്ല.
ഇല്ല. സാധാരണ മനാഫ് തന്നെ രാവിലെ നമ്മളോട് സംസാരിച്ചാണ്, ഇത്തരത്തിലൊരു സാഹചര്യം കേരളത്തിലായിരുന്നുവെങ്കിൽ അതിദ്രുതമായിട്ടുള്ള രക്ഷാപ്രവർത്തനം നടത്തും, നാട്ടുകാരൊന്നടങ്കം എത്തുകയാണ് ഒരു ജീവൻ രക്ഷിക്കാൻ. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഈ കർണാടകത്തിലെ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകരോ മറ്റാരെങ്കിലും, നമ്മൾ അല്പം മുമ്പ് അവിടുത്തെ MLA കണ്ടിരുന്നു, MLA മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു, ഒരു കുറ്റം, ഒരു വീഴ്ച സമ്മതിക്കുകയും ചെയ്തു. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള നാട്ടുകാരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നുണ്ടോ ഈ മണ്ണ് നീക്കുന്നതിനായിട്ട്? നാട്ടുകാർക്കൊന്നും ഒരു തടസ്സമില്ല. നാട്ടുകാർ അങ്ങനെ ഒന്നും ഇത് അത്ര ജനവാസ കേന്ദ്രം ഒന്നുമല്ല, ഒരു വിജനമായ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ അവിടെ എത്തിച്ചേരാൻ സാധ്യതയില്ല. പക്ഷെ എന്നാലും ഇപ്പോൾ മനാഫിന് പ്രതീക്ഷയുണ്ടല്ലോ. ഇപ്പോൾ ഈ നമ്മുടെ ഇടപെടലിലൂടെ കൃത്യമായി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അർജുൻ്റെയും ലോറിയെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയും. അതെ സാർ, ഞാൻ ഒരു വിളിക്കുന്നുണ്ട്. ശരി മനാഫ്, കാര്യങ്ങൾ നടക്കട്ടെ. ഏതായാലും മനാഫിലൂടെ കാര്യങ്ങൾ ബന്ധുക്കളടക്കം അറിയുന്നുണ്ട്. മനാഫിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ ഒരു ശുഭാപ്തി വിശ്വാസം നമുക്ക് ലഭിക്കുന്നുണ്ട്. വലിയ പ്രതീക്ഷ. അർജുന്റെ ലോറിയുടെ ലൊക്കേഷൻ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മനാഫ് നൽകുന്ന വിവരമനുസരിച്ച് വൈകുന്നേരത്തോടു കൂടി എന്നാണ്. പക്ഷേ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതാവസ്ഥയിലാവുകയാണെങ്കിൽ, കൂടുതൽ തിടുക്കത്തിലാവുകയാണെങ്കിൽ അതിന് വളരെ വേഗം തന്നെ ഈ ലോറിയെ പുറത്തെത്തിക്കാൻ കഴിയുമെന്നുള്ള വിവരങ്ങൾ ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മറ്റൊരു ഘടകം, കാലാവസ്ഥ അനുകൂലമായി നിൽക്കുകയാണ്. മഴ ഒഴിഞ്ഞു നിൽക്കുന്നു, മണ്ണിടിച്ചിലിൻ്റെ സാഹചര്യമില്ല. അങ്ങനെ വലിയ അനുകൂലമായ ഘടകങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അർജുനെ എത്രയും വേഗം തന്നെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരും. ഇപ്പോൾ നിലവിൽ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, കാസർഗോഡ് DYSP സദൻ അടക്കമുള്ളവർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ അടക്കം നേതൃത്വത്തിലാണ് ഏകോപിപ്പിച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ആർമിയെ സ്ഥലത്തെത്തിക്കണം എന്നൊരാവശ്യം ബന്ധുക്കളടക്കം ഉന്നയിച്ചിരുന്നു. അപ്പോൾ നിലവിൽ ഈ സംസ്ഥാന സർക്കാർ ഇടപെട്ടതിൻ്റെ സാഹചര്യത്തിൽ ഈ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട്, രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, മണ്ണ് മാറ്റുന്ന പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു ആർമിയുടെ ആവശ്യമുണ്ടോ എന്നുള്ളത് പിന്നീട് ഉദ്യോഗസ്ഥർ പരിശോധിക്കുമായിരിക്കും. ഏതായാലും ഇപ്പോൾ ആശ്വാസകരമായ വാർത്ത നമുക്ക് നൽകാൻ കഴിയുന്നത് ഈ ലോറിയെ കണ്ടെത്തിയിരിക്കുന്നു, ലോറിയുടെ സ്ഥാനം റഡാർ പരിശോധനയിലൂടെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ കാലാവസ്ഥ അനുകൂല ഘടകമായതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാകും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത് കാർവാർ അവിടുത്തെ MLA ആണ്, സെയിൽ എന്ന് പറയുന്ന MLA നേരത്തെ സംസാരിച്ചാണ്. അദ്ദേഹം തന്നെ ഒരു വീഴ്ച സമ്മതിച്ചുകൊണ്ട്, കാരണം 16-ാം തീയതി നടന്ന സംഭവത്തിന് ഇന്ന് 20-ാം തീയതി ആകുമ്പോഴാണ് MLA അടക്കം അവിടെ എത്തിച്ചേർന്ന് കൊണ്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത്. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് നെഗ്ലിജൻസ് ഉണ്ടായിട്ടുണ്ട്, ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് അവിടുത്തെ കോൺഗ്രസ് MLAക്ക് തന്നെ സമ്മതിക്കേണ്ടി വരുന്ന സാഹചര്യം. ഏതായാലും അർജുൻ്റെ ലോറിയുടെ ലൊക്കേഷൻ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. ആ മണ്ണ് നീക്കുന്ന നടപടികൾ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു.